ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 2 എപ്പിസോഡ് 6 ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഈവിലൈ അവരെ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ മോമോ ചൂടുവെള്ളം എടുത്ത് അവന്റെ മുഖത്തൊഴിക്കുന്നു. ഇത് കാരണം ഈവിലൈ ജീജയായി മാറുന്നു. ഈവിലയുടെ അറ്റാക്ക് കാരണം ആ വീടിന്റെ പകുതിയും തകർന്നു പോകുന്നു. ഇവിടെ ഐറ ജീജയെ വഴക്ക് പറയുന്നു. നിന്നോട് പറഞ്ഞിട്ടില്ലേ തണുത്ത വെള്ളം സൂക്ഷിക്കണമെന്ന്. പുറകിൽ നിന്ന് ടർബോ ഗ്രാനി അവനെ അടിക്കുന്നുണ്ട്. ഇവിടെ ഈവിലയുടെ അറ്റാക്ക് കാരണം ഒക്കാറോന് നല്ല രീതിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് കണ്ട് ജീജി ഒക്കാറോനോട് സോറി പറയുന്നു. ഒക്കാറോൻ മോമയോട് പറയുന്നു ഈവിലൈ മുമ്പത്തേക്കാൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇത് കേട്ട് മോമോ, മുത്തശ്ശി നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ജീജി ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് എപ്പോഴും നമുക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. ഇത് കേട്ട് മുത്തശ്ശി, നീ പറയുന്നത് ശരിയാണ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് നാളെ വീടുണ്ടാകില്ല. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ആളുകൾ വരുന്നു. അവർ കുറെ പോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അകത്ത് കയറിയ അവരോട് മുത്തശ്ശി, നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോ. ഇത് കേട്ട് അവർ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ദെൻ മോമോ ഹയാസി ചെയ്യുന്ന ആളുകൾ എപ്പോ വരുമെന്ന് ചോദിക്കുന്നു. ശേഷം മോമോയും ഐറയും ആര് ലീഡറാകുമെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ വീണ്ടും ആ ഗ്രൂപ്പ് വരുന്നു. എക്സ്ക്യൂസ് മീ, സൈക്കോ ഹയാസിയുടെ വീട് ഇതാണോ? ഇത് കേട്ട് മുത്തശ്ശി, അതെ ഇതെന്റെ വീടാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരാണ് ഹയാസി പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പ്. ദെൻ അവർ അവരുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. ഇത് കണ്ട് മോമോ, ഇത് ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആകുന്നു. എന്നിട്ട് മുത്തശ്ശിയോട് ഇവർ സ്പിരിറ്റ് മീഡിയംസ് ആണോ എന്ന് ചോദിക്കുന്നു. ഇതായിട്ട് മുത്തശ്ശി, ഇവർ സ്പിരിറ്റ് മീഡിയംസ് ഒന്നുമല്ല, ഇവർക്ക് സ്പിരിറ്റ്സിനെ സെൻസ് ചെയ്യാൻ പോലും സാധിക്കില്ല. ബട്ട് അവരുടെ സൗണ്ട് വളരെ പവർഫുൾ ആണ്. അവരുടെ സൗണ്ടിന് സ്പിരിറ്റിന്റെ അകത്തേക്ക് കയറാനുള്ള പവർ ഉണ്ട്. ദെൻ അവർ ഓരോരുത്തരും അവരവരുടെ ഇൻസ്ട്രുമെന്റ്സ് ചെക്ക് ചെയ്യുന്നു. ബട്ട് അവരെല്ലാം ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായതുപോലെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മുത്തശ്ശി പൂജയ്ക്ക് വേണ്ടി തയ്യാറാകുന്നു. അങ്ങനെ ഹയാഷി ഗ്രൂപ്പ് അവരുടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതുകൊണ്ട് മോമോയും ഒക്കാറും എക്സൈറ്റഡ് ആകുന്നുണ്ട്. അപ്പൊ അവിടെ സെമിത്തേരിയിലുള്ള പ്രേതങ്ങളൊക്കെ വരുന്നുണ്ട്. അവരും ഹയാഷി ഗ്രൂപ്പിന്റെ പെർഫോമൻസ് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു വലിയ കോൺസേർട്ട് നടക്കുന്നു. ഇവിടെ ജീജിക്ക് ഈവിലയുടെ ഓർമ്മകൾ വരുന്നു. ഇത് കാരണം ജീജി പൂജ അവസാനിപ്പിക്കാൻ പറയുന്നു. ഇതുകൊണ്ട് മുത്തശ്ശി മോമയോട് ജീജിയെ പിടിച്ചു നിർത്താൻ പറയുന്നു. മോമോ ജീജിയെ പിടിച്ചതും ഈവിലയുടെ മെമ്മറീസ് മുഴുവനും മോമോക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ ജീജി പറയുന്നു, പ്ലീസ്, ഞാൻ അവന് പ്രോമിസ് ചെയ്തിരുന്നു ഞാൻ അവനോട് കളിക്കുമെന്ന്. അവന്റെ ആഗ്രഹം ആരോടെങ്കിലും കളിക്കണമെന്നാണ്. അവന്റെ ജീവിതം മുഴുവനും അവനൊരു മുറിയിലായിരുന്നു. അവിടെ വെച്ച് അവൻ കണ്ട സ്വപ്നം കൂട്ടുകാരോട് കളിക്കുന്നതാണ്. അവസാനം അവൻ രക്ഷപ്പെട്ടപ്പോ അവൻ വീണ്ടും മരിക്കാൻ പോവുകയാണ്. പ്ലീസ് ഈവിലയെ വെറുതെ വിട്, ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുകയാണ്, ഞാൻ ഇനി മുതൽ കൂടുതൽ കെയർഫുൾ ആയിരിക്കും. ഇത് കേട്ട് മുത്തശ്ശി ആ പൂജ സ്റ്റോപ്പ് ചെയ്യുന്നു. മുത്തശ്ശി പറയുന്നു, ഈവിലൈ ഇനി മുതൽ നമ്മുടെ ഫാമിലിയാണ്. ദെൻ ഹയാഷി ഗ്രൂപ്പിനോട് ഈ പൂജ അവസാനിച്ചു, അതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നു. ഇത് കേട്ട് മോമോ, മുത്തശ്ശി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് മുത്തശ്ശി, നീ ജീജി പറഞ്ഞത് കേട്ടില്ലേ, നമുക്കിതിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ബട്ട് എനിക്ക് ജീജിയുടെ സ്പിരിറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ട് ഐറ ദേഷ്യപ്പെടുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഇവനെ ജീവിതകാലം മുഴുവനും സംരക്ഷിക്കണമെന്നാണോ? ഇവന്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടി എന്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്കൊട്ടും താല്പര്യമില്ല. ഇത് കേട്ട് ഒക്കാറൂൺ, ഞാൻ ഇനി മുതൽ കൂടുതൽ സ്ട്രോങ് ആകും. ഞാൻ കൂടുതൽ സ്ട്രോങ് ആയാൽ എനിക്ക് ഈവിലൈ വരുമ്പോ എനിക്ക് അവനെ പിടിച്ചു നിർത്താൻ സാധിക്കും. ഇത് കേട്ട് ഐറ, ടാക്കകുറ, ഇത് നിനക്ക് ഡേഞ്ചർ ആണ്. നിനക്ക് ജീവിതകാലം മുഴുവനും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. ഇത് കേട്ട് ഒക്കാറൂൺ, ബട്ട് അവൻ എന്റെ ഫ്രണ്ട് ആണ്. ഇത് കേട്ട് മോമോ, അങ്ങനെയാണെങ്കിൽ ഞാനും സ്ട്രോങ് ആകും. രണ്ടുപേരുണ്ടെങ്കിൽ ഈവിലയോട് ഫൈറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇത് കണ്ട് ഐറ, ഞാനും സ്ട്രോങ് ആകുമെന്ന് പറഞ്ഞ് മോമയോട് ഫൈറ്റ് ചെയ്യുന്നു. ഇവിടെ ജീജി ഒക്കാറൂനെ ഹഗ് ചെയ്യാൻ വരുമ്പോ അവിടെ മഴ പെയ്യുന്നത് മുത്തശ്ശി നോട്ടീസ് ചെയ്യുന്നു. ഇങ്ങനെ മുത്തശ്ശി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ജീജി ഈവിലയായി മാറി ഒക്കാറൂനെ പഞ്ച് ചെയ്യുന്നു. ദെൻ ഹയാഷി ഗ്രൂപ്പ് വീണ്ടും വന്ന്, നിങ്ങൾക്ക് ഞങ്ങളെ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് കേട്ട് മോമോ, ഞങ്ങൾ ചിലപ്പോൾ നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യും. ഇത് കേട്ട് അവർ അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ അവരുടെ വീട് പകുതി തകർന്നിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് മുത്തശ്ശി കുറച്ച് കാർബോർഡ് കൊണ്ടുവരാൻ മോമയോട് പറയുന്നു. ദെൻ അത് ഉപയോഗിച്ച് അവർ തകർന്ന ഭാഗങ്ങൾ കവർ ചെയ്യുന്നു. ദെൻ മുത്തശ്ശി ജീജിക്ക് തന്റെ സ്പിരിച്വൽ എനർജി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നു. ബട്ട് ജീജിക്ക് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് കണ്ട് മോമോ അവനോട് തന്നെ പുഷ് ചെയ്യാൻ പറയുന്നു. ബട്ട് ജീജി എത്ര പുഷ് ചെയ്തിട്ടും മോമോ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നു. ഇത് കണ്ട് ജീജി, ഇതുകൊണ്ടാണോ നീ കുട്ടിക്കാലത്ത് ഈ പോസ്റ്റ് ചെയ്തത്? ഇത് കേട്ട് മോമോ, ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ സ്പിരിച്വൽ എനർജി യൂസ് ചെയ്യാൻ സാധിക്കും. മുത്തശ്ശി പറയുന്നു, ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചീ പുറത്തു വരും. നീ ഈ സ്റ്റേറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ നിനക്ക് നിന്റെ സൈക്കിക് പവർ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപയോഗിച്ച് മേ ബി നിനക്ക് ഈവിലയെ വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദെൻ രാത്രിയിൽ ജീജി ബാത്റൂമിലേക്ക് പോകാൻ എഴുന്നേൽക്കുന്നു. ഒക്കാറൂനും സേഫ്റ്റിക്ക് വേണ്ടി അവന്റെ കൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ കാർബോർഡ് ഇളകി വരുന്നത് ഒക്കാറൂൺ കാണുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ അത് ശരിയാക്കുമ്പോൾ ജീജി അവനോട് സോറി പറയുന്നു. ഇത് കേട്ട് ഒക്കാറൂൺ, അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്നെ ടർബോ ഗ്രാനി കേസ് ചെയ്തപ്പോൾ ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു. ബട്ട് അവർ എന്നെ കെയർ ചെയ്തു. ഇതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് കരുതി ഞാൻ ഒരു മാസം ന്യൂസ് പേപ്പർ ഇടാൻ പോയി. ബട്ട് അന്ന് മുത്തശ്ശി പറഞ്ഞത്, നീ എന്തിനാണ് എനിക്ക് പൈസ തരുന്നത്? നിന്നെ കെയർ ചെയ്തതിന് നിനക്ക് ഞങ്ങളോട് നന്ദിയുണ്ടെങ്കിൽ സഹായം ആവശ്യമുള്ളവരെ നീ സഹായിക്കണം. നമ്മൾ പരസ്പരം എല്ലാവരെയും
കെയർ ചെയ്യണം. ഇത് കേട്ട് ജിജി ആന്റി പണ്ട് കൂൾ ആണെന്ന് പറയുന്നു. ഇത് കേട്ട് ഒക്കാറുൻ എന്റെ കേസിൽ ഞാൻ ടഫായി ആക്ട് ചെയ്യുകയാണ്, എനിക്ക് മുത്തശ്ശിയെ പോലെ കൂൾ ആകണം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഐറ എണീറ്റ് അവളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ അവർ എല്ലാവരും ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിക്കുമ്പോഴും മുത്തശ്ശി ജിജിയോട് നിവർന്നിരിക്കാൻ പറയുന്നുണ്ട്. ദെൻ ജിജി ഒഴികെ ബാക്കി എല്ലാവരും സ്കൂളിലേക്ക് പോകുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്കും മോമയും ഐറയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്കൂളിൽ മോമോ തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു, ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ട് അവർ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് മോമോ, ഞാൻ എന്റെ വീട് റീബിൽഡ് ചെയ്യാൻ പോവുകയാണ്, ഇപ്പൊ വീട്ടിൽ പ്രോപ്പർ ആയിട്ടുള്ള വാളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ വളരെ തണുപ്പാണ്. ദെൻ മൂക്ക പറയുന്നു, റിറീന തന്റെ റെസ്റ്റോറന്റിൽ ഒരു വെയിറ്ററെ വേണമെന്ന് പറഞ്ഞിരുന്നു. ഇത് കേട്ട് മോമോ ഓക്കെ ഞാനത് ചെയ്യാമെന്ന് പറയുന്നു. ഇവിടെ മീക്കോയും മൂക്കോയും ഒക്കാറിന്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, മോമോക്ക് ഒരു പാർട്ട് ടൈം ജോബ് ലഭിച്ചു, അതുകൊണ്ട് നീ ഇന്ന് തനിച്ചു പോകേണ്ടി വരും. ഇത് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ഒക്കാറുൻ അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് അവർ രണ്ടുപേരും ഒക്കാറുനെ പിടിച്ച്, മോമോ ഇല്ലാത്തത് കൊണ്ട് നീ ഇന്ന് ഞങ്ങളുടെ കൂടെ ഡേറ്റിന് വരണം. ബട്ട് ഒക്കാറുൻ ഇതിന് സമ്മതിക്കുന്നില്ല. ബട്ട് അവർ ഒക്കാറുനെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒക്കാറുൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഡേറ്റിന് വരില്ല. ഇത് കേട്ട് അവർ, നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് ഒക്കാറുൻ, നിങ്ങളല്ലേ പറഞ്ഞത് ഡേറ്റിനാണ് പോകുന്നതെന്ന്. ഇത് കേട്ട് മീക്കോ, ഇപ്പൊ മോമയും ജിജിയും ഒരുമിച്ച് ചായ കുടിച്ചാൽ അത് ഡേറ്റ് ആകുമോ? ഇത് കേട്ട് ഒക്കാറുൻ, ഒരിക്കലുമില്ല. ഇത് കേട്ട് അവർ, പിന്നെ നിനക്ക് എന്താ ഞങ്ങളുടെ കൂടെ വന്നാൽ എന്ന് പറഞ്ഞ് ഒക്കാറുനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇങ്ങനെ അവർ ഒക്കാറുനെ ഒരു റെസ്റ്റോറന്റിൽ കൊണ്ടുപോകുന്നു. അപ്പാണ് നമ്മൾ കാണുന്നത് അവർ ഇപ്പൊ വന്നത് മോമോ പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിലാണ്. മോമോക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് അവർ ഒക്കാറുനെ ഇവിടെ കൊണ്ടുവന്നത്. മോമയെ ഇങ്ങനെ കണ്ട് ഒക്കാറുന് നാണമാകുന്നു. ഒക്കാറുനെ കണ്ട് മോമോക്കും നാണമാകുന്നു. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.